മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ ജോസഫ് പോയി സാറേ. ഇന്നലെയും കൂടി സാറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് കിടക്കാൻ പോയത്. ഒന്ന് വിളിക്ക് സാറേ, എന്റെ ജോസഫിനെ ഒന്ന് വിളിച്ചോണർത്ത് സാറേ. എല്ലാരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കിടക്കുന്ന കണ്ടോ സാറേ? ഞങ്ങളെ ഇനി ആര് വീട്ടിൽ കൊണ്ടാക്കും? ഒന്ന് പറ ജോസഫേ. അയ്യോ, ആരൊക്കെ കാണാൻ വന്നിരിക്കുന്നതെന്ന് ഒന്ന് കണ്ണു തുറന്ന് നോക്ക് ജോസഫേ. ഹലോ, ജോസഫ് അല്ല, അങ്കിളിന്റെ ഒരു കസിനാ. ആരാണ്? ഹലോ, ഇന്നലെ ഉറങ്ങാൻ കിടന്ന, പ്രത്യേകിച്ച് അങ്ങനെ അസുഖമൊന്നും ഇല്ലായിരുന്നു. അതെ അതെ, അറ്റാക്കാം. നാട്ടിൽ കൊണ്ടുവന്നൊന്നുമില്ല. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല. ഉറക്കത്തെ ചിരിക്കുന്നു. അതെ, ആന്റി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും വന്നു. അതെ, ഇല്ല. ഉറക്കത്തെ ചിരിക്കുന്നു. സെന്റ് മേരീസ് പള്ളി. ജീവിച്ചിരുന്നപ്പോ കുറെ പേരെ ചിരിപ്പിച്ചതല്ലേ, ഇപ്പൊ നമ്മുടെയൊക്കെ പ്ലാനിങ് തെറ്റിച്ച് മുങ്ങിയതിന്റെ ചിരിയാ. രമേശ് സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ? എന്നെ മനസ്സിലായോ? ഞാൻ പി ആർ നായർ, ഇത് വിജയൻ. ഒക്കെ മറന്നു അല്ലേ? അകത്ത് കിടക്കുന്ന ആളെ മനസ്സിലായോ? മനുഷ്യൻ